ഹലോ ഫ്ലൈവിലേഴ്സ്, F44 അതുപോലെ തന്നെ F4 ഫെറാറി, ഇങ്ങനെ ഒരു 4 ഫെറാറിയുടെ സീരീസ് ഇവിടെ ദുബായിൽ നിന്ന് കൊണ്ടുവരാണ്. അതിൽ ആദ്യത്തെ ഫെറാറിയാണത് ഫെറാറി 296 GTS എന്ന് പറയുന്ന സ്പൈഡർ വേർഷൻ. നമ്മൾ നേരത്തെ കൊണ്ടുവന്ന GTBയുടെ തന്നെ സ്പൈഡർ, അത് കൺവേർട്ടബിൾ വേർഷനാണത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്ന വണ്ടി. എന്തായാലും ദുബായാണ്, നമുക്ക് ഒരുപാട് ഫെറാറികൾ കാണാൻ ഓടിക്കാനുള്ള ചാൻസ് കിട്ടാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സീരീസ് ഉണ്ട്. 4 ചിലപ്പോൾ നിർത്തില്ല, കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ കൊണ്ടുവരാമെന്ന് നോക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് 296 GTS ആയിട്ട് തുടങ്ങാം. ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. GTS എന്ന് പറയുമ്പോൾ GTBയുടെ തന്നെ സെയിം ഡിസൈൻ എല്ലാം തന്നെ ഫോളോ ചെയ്തിട്ടില്ല. ആകെ ഡിഫറൻസ് അന്ന് നമ്മൾ ഓടിച്ച വണ്ടിയിൽ ടോപ്പ് ഉണ്ടായിരുന്നു, കൺവേർട്ട് ചെയ്തിട്ടുള്ള ടോപ്പാണ്. 14 സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലുക്സ് എന്ന് പറയുന്നത് റെഡ് കളർ ആയത് തന്നെയാണ് മേജർ ലുക്ക്. പക്ഷേ ഇതിലൊരു ബ്ലൂ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, മെയിൻ ഒരു എന്താ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ഫോമാറ്റ് ഇവിടുന്ന് ഫുള്ള് വന്ന് ബ്ലൂ വന്നിട്ട് ഒരു സ്ട്രൈപ്പ് പോകുന്ന റിയർ വരെ നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണം. എൻ്റെ ചോയ്സ് എന്താ ഞാൻ പറയാം. എൻ്റെ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഒരു ഫ്ലോയി ആയിട്ടുള്ള ഫെറാറി ടൈപ്പ് ഡിസൈൻ തന്നെയാണ്. ഫെറാറി തന്നെ ഡിസൈൻ ചെയ്തതാണ്, പിനിൻഫെറിനല്ല. പക്ഷേ ഈ ഒരു ഫെറാറിക്ക് പലരും പറയുന്ന പോലെ ഫോർഡ് GT40 ഒരു ലുക്ക് ഉണ്ടെന്ന് പറയും. പലർക്കും അത് തോന്നാറുണ്ട്. എനിക്ക് എവിടേക്കോ തോന്നിയിട്ടുണ്ട്. മെയിൻലി ഒന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന ഡിസൈൻ ആയിരിക്കും. ഇതിപ്പോൾ ചൂടായിട്ട് കൂളിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ സൗണ്ട് ചിലപ്പോൾ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിവേ, ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഒരു ഗ്ലാസ് പോർഷനിൽ നമുക്ക് ഇഞ്ചിൻ വരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു V6 ഹൈബ്രിഡ് ഇഞ്ചിനാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ഇത് പൊങ്ങി വന്നിട്ടാണ് ഇത് ഫോൾഡ് ആവുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. റിയറിൽ വരുമ്പോൾ ഒരു സ്പോയിലർ ഉണ്ട്, അത് പൊങ്ങി വരും. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വലിയൊരു ഗ്രിൽ പോർഷൻ കാര്യം വരുന്നുണ്ട്. ഇവിടെ ലൈറ്റും അട്രാക്റ്റീവ് ആണ്. ഈ ഡിഫ്യൂസർ പോലത്തെ ബമ്പർ, ഡിഫ്യൂസേഴ്സ് തന്നെ ശരിക്കും അത് ഭയങ്കര വെൽ ബോൾഡായി നിൽക്കുക. അതെല്ലാം കാർബൺ ഫൈബറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് കാണാവുന്ന ഫെറാറിയുടെ ഒരു വീലിൻ്റെ ഡിസൈൻ, ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ വന്നിരിക്കുന്ന ആക്ച്വലി 21 ഇഞ്ച് വീലാണ്. 20 ഇഞ്ച് വീലാണ്. പക്ഷേ 305 സെക്ഷനാണ്, ബ്രോഡായിട്ടുള്ള ടയറാണെന്ന് പറയുന്നത്. ഫ്രണ്ടിലാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടി നാരോ ആയിട്ട് വരുന്നത്. എയറോഡൈനാമിക്സ് ശരിക്കും കാണാവുന്ന രീതിയിൽ ഡിസൈനാണ്. ഇവിടെ എല്ലാം തന്നെ എയർ സ്കോപ്പ് എല്ലാം കയറി വരുന്ന രീതിയിലുള്ള നമുക്ക് ഡോറിൻ്റെ മേലുള്ള ഹാൻഡിലെല്ലാം ഫ്ലഷ് ഹാൻഡിലാണ്, ഇങ്ങനെ ഉള്ളോട്ട് തുറക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ വലിയൊരു റൈഡ് വ്യൂ മിറർ കാണാം. ഫെറാറിയുടെ ലോഗോ സൈഡിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിലെ ടയറാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ചെറിയ ടയറാണ്. അതിൽ 245 വരുന്ന സെക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാരോ ആയിട്ട് നിൽക്കും. പക്ഷേ റിയറിൽ ഒരുപാട് വൈഡായിട്ടുള്ള ടയറാണ്. മൊത്തത്തിൽ ഫെറാറിയുടെ ഡിസൈൻ എലമെൻറ്റ് എന്താണോ അത് നമുക്ക് കാണാവുന്ന രീതിയിൽ പുതിയ റോമ അതുപോലെ തന്നെ അങ്ങനത്തെ വണ്ടികൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ് ഡിസൈനും LED ലൈറ്റും വന്നെങ്കിൽ വലിയ ഗ്രില്ലുകളിലും കാണാം. ഇതെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഫോമാണ് റിയലി മാറ്റർ. ഒരു സൂപ്പർ കാറിൻ്റെ മിഡ് റിയർ എഞ്ചിൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് ഫോമാണ്. അത് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം. നമുക്കൊന്ന് ഹുഡ് ടോപ്പ് ക്ലോസ് ചെയ്യുന്നത് കാണാം. ഒരു ലോ സങ്കായിട്ടുള്ള ഒരു സീറ്റാണ് കൂടി വരുന്ന ക്യാബിനുള്ള 2 സീറ്റേ വരുന്നുള്ളൂ. ആ ഒരു ക്യാബിനിൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിലുള്ളത്. ശരിക്കും നമുക്ക് റോമയിൽ നേരത്തെ ഞാൻ GTBയിൽ കാണിച്ച പോലെ തന്നെ ഉണ്ടുള്ളത്. പക്ഷേ ഫെറാറി ആയതുകൊണ്ട് തന്നെ സ്പോർട്സ് കാറിനെ ഇൻസ്പയർ ചെയ്യുന്നൊരു ഡിസൈൻ നമ്മളിവിടെ കാണാം. ശരിക്കും കോക്പിറ്റ് ഒരു ഡ്രൈവർ സെൻട്രിക് ആയി നിൽക്കുന്ന സെൻറ്ററിൽ വലിയൊരു സ്ക്രീനോട് കൂടി വന്ന് 2 എയർവെൻറ്റും ശരിക്കും ഒരു കോക്പിറ്റ് ഫീലാണ് കിട്ടുന്നത്. അത് ഒരു ഫെറാറിയുടെ ഒരു സ്പോർട്സ് കാർ അപ്പീൽ, എനിക്ക് പ്രത്യേകിച്ച് ഫോർമുല 1 അപ്പീലാണ് തോന്നുന്നത്. അത് കാണുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിംഗിൻ്റെ ഈ ഡിസൈനെല്ലാം അട്രാക്റ്റീവ്. പക്ഷേ എല്ലാ ബട്ടൺസും ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ ശരിക്കും നമ്മളിവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീന് ഓക്കെ ഉള്ളിലുണ്ടെങ്കിൽ ടച്ച് ചെയ്യാം. ഈവൻ സ്റ്റാർട്ട് ബട്ടൺ അതുപോലെ തന്നെ എഞ്ചിൻ ഇഗ്നിഷൻ എല്ലാം ഉള്ളിലാണ് വന്നിരിക്കുന്നത്. ഇത് ഓണാക്കി ഇവിടെ പല മോഡും വന്നിട്ടുണ്ടാവും. അതെല്ലാം നമുക്ക് കാണാം. ഇവിടെ ഡ്രൈവ് മോഡ് സെലക്ഷൻ, ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരും, ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ വരുന്നുണ്ട്, വൈപ്പർ ഇവിടെ വരുന്നു, എല്ലാം തന്നെ ഇവിടെ. അത് സാധാരണ നമ്മൾ ഫോർമുല 1 കാണുന്ന രീതിയിലുള്ള ഒരു ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പത ഉണ്ടാവും. ഇവിടെ നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ ഇവിടെ ഈ ലൈറ്റ് വരുന്നുണ്ട്. RPM മീറ്ററിൻ്റെ ലൈറ്റാണ്. നമ്മൾ ഓടിക്കുന്ന സമയത്ത് ശരിക്കും കാണും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നോർമലി ഗിയർ ലിവർ വരാനുള്ള 2 പാഡൽ ഷിഫ്റ്ററിലാണ് ഗിയർ സെലക്ഷനിൽ. ഓട്ടോമാറ്റിക് ആണെങ്കിലും ഗിയർ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. റിവേഴ്സ് ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ മാനുവൽ ഓട്ടോ ഇവിടെ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ലോ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 വിൻഡോ, അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് പൊക്കാനും ഈ ഒരു സ്ലൈഡ് ചെയ്യുന്ന ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺസാണ്. കാർബൺ ഫൈബർ നല്ലോണമെന്നുണ്ട്. നമുക്ക് ഇഷ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ബ്ലാക്കാണ്, നമുക്ക് ബ്ലൂ സ്റ്റിച്ച് ആണ് തന്നെ, റെഡ് സ്റ്റിച്ചോ റെഡ് കളറോ ഇനി പല രീതിയിലുള്ള ഇൻറ്റീരിയർ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഈ പറഞ്ഞൊരു സീറ്റ് ബെൽറ്റിൻ്റെ കളർ ഓപ്റ്റ് ചെയ്യാം. ഇത് 1 പീസായിട്ടുള്ള സീറ്റാണ്, ഹെഡ് റെസ്റ്റോട് കൂടി വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ടു ആൻഡ് ഫ്രോ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഹാൻഡിൽ പറ്റുന്ന രീതിയിലാണ്. ബാക്കിൽ 2 ബാഗെല്ലാം വെക്കാനുള്ള സ്പേസുകളും സൗണ്ട് സിസ്റ്റമെല്ലാം വരുന്നുണ്ട്.
പിന്നെ നമുക്ക് കാർബൺ ഫൈബർ റോഡ് പാഡിലെല്ലാം കാണാം. ഇവിടുത്തെ റോഡ് പാഡിലാണ് ഫ്രണ്ടിൽ ഫ്രങ്കും അതുപോലെ തന്നെ ഫ്യൂൽ ക്യാപ്പ് അതുപോലെ തന്നെ ഹൈബ്രിഡിൻ്റെ പ്ലഗിനെല്ലാം തുറക്കാനുള്ള ബട്ടണിൽ അതെല്ലാം ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആവും. അത് ഈ ഒരു പോർഷൻ ആക്ച്വലി മറ്റേ സ്പൈഡറിനും ജി ടി ബിക്കും ഡിഫറെൻ്റ് ആണ്. ജി ടി ബിക്ക് റൗണ്ടായിട്ട് ഇവിടെ നിന്ന് വന്നിരുന്നത്, ഇത് തുറക്കുന്ന മെക്കാനിസം ഉള്ളത് ഇതിവിടെ കൊള്ളിച്ചു. ഇവിടെ ആക്ച്വലി പവർ ചാർജിങ്ങിനുള്ളതാണ് വരുന്നത്, അതോടെ നമുക്ക് കാണാം. അതേപോലെ തന്നെ അപ്പുറം നമുക്ക് ഫ്യൂൽ ക്യാപ്പിൻ്റെതും വരുന്നുണ്ട്. ഫ്യൂൽ ക്യാപ്പ് അവിടെ തുറന്നു കഴിഞ്ഞാൽ അതും കാണാം, അവിടെ ഫ്യൂൽ ക്യാപ്പ് വരും. പിന്നെ അതിൽ ഫ്രണ്ടിൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു ഫ്രങ്ക് ഉണ്ട്, അതിൽ നമുക്ക് ബാഗെല്ലാം വെക്കാൻ പറ്റും. റിയറിൽ എഞ്ചിൻ പോർഷൻ തുറക്കാൻ പറ്റും, അത് ഇവിടെയാണ്, അത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ജി ടി ബിയിൽ ആയതുകൊണ്ട് ഇത്രേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ജി ടി എസിലാണ് ഇത് മൊത്തത്തിൽ പൊങ്ങുന്ന രീതിയിലുള്ള. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ V6 എഞ്ചിൻ കാണാം, ഇതിനോടൊരു ഇലക്ട്രിക് മോട്ടറും ചേർന്നിട്ടാണ് ഒരു 835 PS പവർ വരുന്നത്. അത് ശരിക്കും ഇവിടെ തന്നെ എല്ലാ മെക്കാനിക്സും എല്ലാം ശരിക്കും വരുന്നുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നാൽ നല്ല ചൂടുണ്ട്, കൈ പൊള്ളുണ്ട് പിടിച്ചു വന്നിട്ട്. സോ ഇത്രയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും ചെറിയ ചെറിയ ഗുഡി ഫീച്ചേഴ്സും വരുന്നത്. ഇനി മെയിൻ കാര്യം ഡ്രൈവാണ്. നമ്മൾ ഡ്രൈവ് തന്നെ നോക്കുന്നതായിരിക്കുക. നമുക്ക് ഹുഡ് ക്ലോസ് ചെയ്തുകൊണ്ട് ഡ്രൈവിന് പോകാം. GTS ആണ് ഇത്, കൺവേർട്ടബിൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. ഈ ദുബായിലെ നട്ടപ്പരി ചൂടത്ത് ഞാൻ ഏതായാലും ഇത് കൺവേർട്ട് മാറ്റി ഓടിക്കുന്നുള്ളൂ. ക്ലോസ് ചെയ്ത് നമുക്ക് കൂപ്പി പോലെ തന്നെ ഓടിക്കാം. ബേസിക്കലി നമ്മൾ നേരത്തെ ഓടിച്ചിരുന്ന 296 GTBയുടെ സെയിം പവർ ട്രെയിനും സെയിം സിസ്റ്റവും തന്നെയാണ് GTSലുള്ളത്. ഡിഫറൻസ് ഉള്ള ഇത് കൺവേർട്ടബിൾ ആണ്. കൺവേർട്ടബിൾ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു വെയിറ്റ് കൂടും, കുറച്ച് കിലോഗ്രാംസ് വെയിറ്റ് കൂടുന്നുള്ളൂ. അല്ലെങ്കിൽ ബാക്കി എല്ലാം കൊണ്ട് സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ ഓടിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, അത് തന്നെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദുബായിലെ പോലത്തെ സ്ഥലത്ത് ഓടിക്കും മെയിൻ ഡിഫറൻസ് തന്നെ നമ്മൾ ഇന്ത്യയിൽ ഓടിച്ചേക്കാളും റോഡ് കുറച്ചുകൂടി ബെറ്റർ ആണ്. റോഡ് സർഫസ് ബെറ്റർ ആണ്, ഇങ്ങനത്തെ ഒരു കാറിന് പറ്റുന്ന റോഡല്ലല്ലോ. പക്ഷേ ഇന്ത്യയിൽ ഓടിക്കുമ്പോഴുള്ള വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സ്പീഡ് ലിമിറ്റോ കാര്യങ്ങളോ അധികം ബോധർ ചെയ്യേണ്ടതില്ല. എല്ലായിടത്തും അല്ല ഞാൻ പറയുന്നത്, ഇവിടെ ബോധർ ചെയ്യേണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ ദുബായിൽ ഇതല്ല. നമ്മൾ കറക്റ്റ് അറിയുന്ന ഒരു റഡാറില്ലാത്ത റോഡല്ലാണെങ്കിൽ മാത്രമേ പുഷ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. നമ്മളന്ന് ഇന്ത്യയിൽ ഞാൻ ബോംബെയിൽ നിന്ന് ഓടിച്ചുമ്പോൾ ഉണ്ടായിരുന്ന ഒരു 200 വരെ കിലോമീറ്റർ സ്പീഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ 120, 130 മേലെ പോയിട്ടില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഡിഫറൻസ് മെയിൻലി ഉണ്ട്. ഇത് പവർ ട്രെയിനെ കുറിച്ച് പറയുന്നത് ഫെറാറിയുടെ തന്നെ ഫസ്റ്റ് ഹൈബ്രിഡ് പവർ ട്രെയിൻ ആണത്. V6 ആണ് മെയിൻ പെട്രോൾ എഞ്ചിൻ വന്നിരിക്കുന്നത്, ടർബോ ആയിട്ടുള്ള പെട്രോളാണ്. 120 ഡിഗ്രിയാണ് എൻ്റെ വീൻ്റെ ആ ഒരു പ്ലേസ്മെന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ പവർ എക്സ്ട്രാക്ഷൻ കൂടുതലാണ്. 663 HP, അതായത് CV എന്നാണ് ഇറ്റാലിയൻ പവർ പറയുന്നത്. ആ ഒരു പവർ അതിന് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ട്, അത് 163 പവർ വരുന്നത്, അത് 124 കിലോ വാട്ടിൻ്റെ ഒരു ഇലക്ട്രിക് പവർ ട്രെയിനാണ്. ഈ ഇലക്ട്രിക് പവർ ട്രെയിനും ഈ V6 എഞ്ചിനും കൂടി ചേരുമ്പോഴാണ് 883 എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിൽ ഈ ഒരു പവർ എത്തുന്നത്. അത് 883 CV എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പവറാണ്. മുമ്പ് ഫെറാറിയുടെ തന്നെ V12 ഉണ്ടായിരുന്ന ഒരു പവറാണത്. V8 ഇത്രയും പവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പവർ ട്രെയിൻ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് നിൽക്കുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അതിൽ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഫെറാറി പോലൊരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വെറും പവർ അല്ല നോക്കുന്നത്. പവർ ഓഫ് കോഴ്സ് നോക്കുന്നത് പവറാണ് ഇതിൻ്റെ മെയിൻ എസൻസും, എഞ്ചിൻ്റെ നോട്ടിലാണ് മെയിൻ എസൻസ് ഉള്ളത്. അതേ സമയത്ത് നമുക്ക് അതിൻ്റെ ഡൈനാമിക്സ് എന്നൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഫെറാറി വാങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സും ഡെയിലി ട്രാക്കിൽ പോയിട്ടല്ല ഓടിക്കുന്നത്, അങ്ങനത്തെ എല്ലാവരും പൊളിച്ചുള്ള ഓടിക്കുന്നത്. അവരോടിക്കുന്ന വലിയ വലിയ ബുള്ളേവാർഡ്സിലും അതുപോലെ തന്നെ ഇപ്പം ദുബായിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലൂ വാട്ടർ ഐലൻഡോ അല്ലെങ്കിൽ JBR പോലെ സ്ഥലത്ത് ഒരു ഷോ ഓഫ് ആയിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി മാറ്റർ ചെയ്യുന്നത് ഇനീഷ്യൽ പവറും ഇനീഷ്യൽ സൗണ്ടും ഇനീഷ്യൽ പിക്കപ്പും പിന്നെ വന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫാഷനും കാര്യങ്ങളാണ്. അപ്പം അതിന് എനിക്കൊന്ന് GTBനേക്കാളും GTS കുറച്ചുകൂടി ഗുണകരം ചെയ്യും അങ്ങനത്തെ ആളുകൾക്ക്. കാരണം അവരെ കുറച്ചുകൂടി ആളുകൾ കാണുന്ന രീതിയിൽ ഓടിക്കാം എന്നുള്ളൊരിതുണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ശരിക്കും നമുക്ക് തലകൂടെ ഇങ്ങനെ ഒന്ന് തലോടി പോകുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് GTSന് അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ടാവാം. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയായിട്ട് നമ്മൾ പോയത് ഫുള്ളും ദുബായിയുടെ തന്നെ മെയിൻ റോഡ്സിലാണ്.
ഷെയ്ഖ് സൈദ് റോഡും അതുപോലെ തന്നെ JBR, ഇപ്പം നമ്മൾ ഫെറാറി ഹോസ്റ്റ് ചെയ്യിച്ചിരുന്ന നമ്മളെ ഈ ബ്ലൂ വാട്ടർ ഐലൻഡിൽ. അപ്പോൾ ഇവിടെ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മീഡിയം സ്പീഡാണ് നമ്മൾ ഓടിക്കുന്നുള്ളൂ. 80 to 120 ഉള്ളിലുള്ള സ്പീഡുകളാണ് ഓടിച്ചിട്ടുള്ളത്. ചില സ്ഥലത്ത് 50-60 മാത്രമേ ഓടിക്കുന്നുള്ളൂ. അപ്പം നമുക്കൊരു കംഫർട്ടബിൾ റൈഡ് കിട്ടുമ്പം ബേസിക്കലി നമുക്കൊരു കൂൾ ഫീൽ ഉണ്ട്. കാരണം വല്ലാണ്ട് എഫേർട്ടും കാര്യമോ ഒരുപാട് ഒച്ച ബഹളം ഉണ്ടാക്കി നമ്മളങ്ങോട്ട് ടയേർഡ് ആക്കുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളാണ് പണ്ട് ഇങ്ങനത്തെ സൂപ്പർ കാർസിന് ഉണ്ടായിരുന്നത്. പിന്നെ ക്യാബിൻ്റെ ഉള്ളോട്ടൊക്കെ നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും എൻജിൻ്റെ ആ സൈഡിൽ ഫുള്ള് കൺസോൾട്ടേറ്റ് ചെയ്ത് കുറച്ച് സൗണ്ട് ആക്ച്വലി സ്പീക്കറിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കേൾക്കുന്ന ഫുള്ളി ഒറിജിനൽ സൗണ്ടും അല്ല. പക്ഷെ നമുക്കതുകൊണ്ട് തന്നെ സൗണ്ട് വേണ്ടാതെ തോന്നുന്ന സമയത്ത് സൗണ്ട് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ വാട്ടർ ഐലൻഡിലുള്ള പോലുള്ള പേവ്ഡ് റോഡ്, പിന്നെ ചെറിയ ചെറിയ ഹമ്പെല്ലാം ചാടുമ്പോൾ ശരിക്കും ഹാർഡ് സസ്പെൻഷൻ ആണെന്നുള്ളത് ശരിക്കും അറിയാം. നമ്മൾ വളരെ ലോ ആയിട്ടായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ കുഷണി എഫക്റ്റ് കുറച്ച് കുറയും, എടുത്തടിക്കുന്ന ഫീലാണ്. പിന്നെ ഈ ഒരു കാറിന് ഏറ്റവും വലിയ പ്രത്യേകത ഹൈബ്രിഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹൈബ്രിഡ് എന്ന രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫുള്ളി ഇലക്ട്രിക് ആയിട്ട് വേണമെങ്കിൽ ഓടിക്കാനുള്ള മോഡും ഉണ്ട്. പക്ഷേ ഫെറാറി നമുക്ക് ആദ്യമേ ഇൻസ്ട്രക്ഷൻ തന്നിരുന്നത് അങ്ങനെ ഓടിക്കരുതെന്ന്. എൻ്റെ ഒരു അനുഭവം പറയണേ, ഇന്നലെ GTB ഓടിച്ച സമയത്ത് ഞാൻ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു, ഹൈബ്രിഡ് ആവാതെ നോക്കി. പക്ഷേ ഈ സ്റ്റിയറിങ്ങിൻ്റെ മേലെ ടച്ച് ആയിട്ടാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടത്, നമ്മളെപ്പോഴോ നിർത്തിയപ്പോഴോ അല്ലെങ്കിൽ നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്തോ ഹൈബ്രിഡിൻ്റെ മോഡിലേക്ക് ടച്ച് ആയിപ്പോയി. നമ്മളത് അറിഞ്ഞില്ല, ഇലക്ട്രിക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കംപ്ലീറ്റ്ലി ബാറ്ററി ഡ്രെയിൻ ഔട്ടായി. അപ്പോൾ നമുക്ക് പിന്നെ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ പമ്പിൽ വരെ എത്തി ഭാഗ്യത്തിന്, അപ്പോഴാണ് അതായത് റീചാർജ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതി വന്നപ്പോൾ നമ്മൾ ഫെറാറിനെ ഇൻഫോം ചെയ്തു. പിന്നെ അവർ ലോ ബിഡ് കൊണ്ടുവന്നിട്ടാണ് വണ്ടി കൊണ്ടുപോയിട്ട് അവരെ വർക്ക്ഷോപ്പിൽ നിന്നും ത്രൂ ഔട്ട് ചാർജ് ചെയ്തിട്ടാണ് വണ്ടി ഓൺ ആയത്. അപ്പം നമുക്ക് ഇന്നലെ ഡ്രൈവ് ഇൻകംപ്ലീറ്റ് ആയി, പിന്നീട് അത് ഡ്രൈവ് ഓടിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നു എന്നുള്ളത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ ഇത് ഓടിക്കുമ്പം നമുക്ക് ക്വാളിഫിക്കേഷൻ റൗണ്ടോ അല്ലെങ്കിൽ റേസ് റൗണ്ട് എന്ന് പറയുന്ന 2 മോഡലുള്ള. ക്വാളിഫിക്കേഷൻ എടുത്താലുള്ള ഗുണം കൂടുതൽ റീചാർജിങ് നടക്കും എന്നുള്ളതാണ്. ക്വാളിഫയിങ് റൗണ്ട് എടുക്കാം, എന്നിട്ട് സ്പോർട്ട് മോഡ്, അതുപോലെ തന്നെ മറ്റേ വെറ്റ്, റേസ്, ഇങ്ങനത്തെ മോഡ്സ് എല്ലാം ഉണ്ട്. ഇതിൽ നമുക്ക് സ്പോർട്ട് മോഡിലാണ് നോർമലി ഓടിക്കാൻ പറ്റുന്നത്, വെറ്റിന് ഓടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റേസ് മോഡിലും ഓടിക്കേണ്ട കാര്യമില്ല നോർമൽ കേസിൽ. ഇത്ര ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫെറാറിയുടെ ഒരു പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ ഫീല് അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് എന്നുള്ള രീതിയിലുള്ള ഫീൽ. ഇലക്ട്രിക് ആയിട്ട് നമുക്കൊരു 40 കിലോമീറ്റർ ഓടിക്കാന്ന് പറയുന്നത് 25 കിലോമീറ്റർ ഓടിച്ചു, മിനിമം 5 കിലോമീറ്ററിൻ്റെ റിസർവെങ്കിലും ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത പക്ഷത്തിൽ നമ്മൾ മറ്റേ ബാറ്ററി മാത്രമില്ലാത്ത മോഡിൽ ഓടിക്കാം എന്നാണ് കമ്പനി തന്നെ സജസ്റ്റ്. അപ്പോൾ ബേസിക്കലി ഇതൊരു ചെറിയ എന്താ പറയുക, നമ്മൾ വീട്ടിൽ നിന്നുള്ളൊന്നും ആരും അറിയാതെ, അല്ലെങ്കിൽ ശരിക്കും ഭാര്യമാർ ഉറങ്ങുമ്പം ഭർത്താവ് അറിയാതെ ഒരു ഡ്രൈവിന് പോകുമെങ്കിൽ അതിന് പറ്റും. കാരണം കുറച്ച് കിലോമീറ്റർ ഗേറ്റ് വരെ പോകാൻ ഉള്ള ഇലക്ട്രിക് മോട്ടോർ പറ്റും. പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സറൗണ്ടിങ്സ് മാറി എഞ്ചിൻ ഓണാക്കി ഓടിക്കാം. ഇങ്ങനെ ഒരു ഫീലാണ് കിട്ടിയത്. പക്ഷേ ഇതെല്ലാം ആക്ച്വലി അതിനെക്കൊണ്ട് മീൻ ചെയ്യുന്ന പൊല്യൂഷനും എമിഷൻ നോംസ് എല്ലാം മീറ്റ് ചെയ്യാനാണ്. എനിവേ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് GTS ഓടിക്കാൻ, ഫെറാറി ഓടിക്കാൻ കിട്ടുന്ന ചാൻസിനെ തള്ളി പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇത് റിയൽ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നമ്മൾ 4 ഫെറാറീസിൽ ആദ്യത്തെ ഫെറാറിയാണ് ഇത് GTS. ഇനിയുള്ള ഫെറാറീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. എന്തായാലും GTSനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. GTB ആണോ GTS ആയിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ, പുതിയ ഡിസൈൻ ഫിലോസഫിയിൽ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി ഈ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്താണ് മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.